സ്വർണമെവിടെ സ്വർണമെവിടെ പണയം വെക്കാനുണ്ടോ? ആരുടെയൊക്കെയോ സ്വർണ്ണങ്ങൾ. ഇങ്ങനെ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടനെ ഇവിടെ ഇടിക്കേണ്ടി വരും. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായിട്ട് ആദ്യം ആര് ഉത്തരം പറയുന്നോ അവൻ അല്ലെങ്കിൽ അവളോ ഇവിടെ ഇത് ചെയ്യും, മത്സരിക്കും. സാർക്ക് എന്താ പ്രശ്നം എന്താണെന്നറിയോ? ഇല്ല, എന്താണ് സാറ് പ്രശ്നം? ഫ്രൈഡ് റൂം ആണെന്നും പറഞ്ഞോണ്ട് കേറി ലിഫ്റ്റിനകത്ത് കേറി തുണി മാറി. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം, കലിപ്പനും കാന്താരിയും. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ ഒരു സീസണിൽ നമ്മൾ നല്ലൊരു കരിപ്പിനോടൊപ്പം നൽകുന്നത് ഒരു കാന്താരിയുടെ ഒരു അടിപൊളി കോംബോയാണ്. ആൻഡ് ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ. കോമ്പറ്റീഷൻ കഴിയുമ്പോൾ വിജയികളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിശ്വസ്ത വാതിലായ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് വളരെയേറെ പ്രിയപ്പെട്ട ശ്രീ കലാഭൻ പ്രജോദ്, ഒപ്പം ഒരാവശ്യമില്ലാണ്ട് ഇവിടെ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മളോടൊപ്പമുള്ള ഗുഡ രാഹുൽ കെ. കലിപ്പന്റെയും കാന്താരിയുടെയും നല്ലൊരു അടിപൊളി കോംബോയാണ് ഇപ്പോഴത്തെ എപ്പിസോഡിലുള്ളത്. ലെറ്റ്സ് വെൽക്കം ദം കലിപ്പൻ, നവീൻ ആൻഡ് കാന്താരി നിത്യ. ഇപ്പൊ രണ്ടുപേരും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലേ? പിന്നല്ലാതെ. പിന്നെ അല്ല. രമേശേട്ടാ കണ്ടായിരുന്നോ? ആര് വന്നിരിക്കുന്നേ? നവീനെ, എന്തുണ്ട് വിശേഷം? സുഖം. പാലക്കാട് അമൃതയും ഇവിടുന്ന് കൊല്ലത്തുനിന്ന് മറ്റേതും തമ്മിൽ കൂട്ടിയിടിച്ചാൻ അവിടെ കിടന്നു. അതെ അതെ അതെ, ഒരു കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു. നിത്യേ, എന്തോ എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖം. കൊട്ടാരക്കരയില് എല്ലാവർക്കും സുഖം. കാലാവസ്ഥ നല്ല കാലാവസ്ഥ. ഓക്കെ, അപ്പോ നമ്മുടെ കൽപ്പനും കാന്താരിന്റെ ഇതാണ്. അപ്പോ ചൂടായിട്ട് തന്നെ നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? തുടങ്ങാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചൂട് ചലഞ്ച് ചെയ്യാൻ തരും. ഓക്കെ. ദാറ്റ് ഈസ് PSC ചലഞ്ച്. നമ്മുടെ മലയാള ടെലിവിഷനിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തിത്വമാണ് ഈ ചലഞ്ചുമായിട്ട് എത്തുന്നത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇല്ല, അറിയാം. മാമൻ. ഓക്കെ. നമസ്കാരം. 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 മാമ, നവീൻ, നിത്യ. ഇതിനൊക്കെ നമ്മുടെ ടീമല്ലേ, അറിയാം. നമ്മുടെ ശങ്കുകളാ. എന്താ സംഭവം? അപ്പൊ നമ്മള് പാടണം. അതിൽ നിന്നുള്ള ചോദ്യ ഉത്തരവൊക്കെ പാടുന്ന നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഇവർ ഉത്തരം പറയണം, മത്സരിക്കുന്നു. ഇതൊരു ദുഃഖഗാനമാണോ? ദുഃഖഗാനമാണോ? അടിച്ചുപൊളിയൊക്കെ. എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. വെറൈറ്റി ദുഃഖഗാനം ഒന്നും നമ്മള് ഗുണ്ട രാഹുലിന് പിടിക്കത്തില്ല. അല്ല, ദുഃഖഗാനം പറ്റില്ല. നല്ല ജില്ല് ജില്ല് പാട്ടല്ലെങ്കിൽ എനിക്ക് വയലന്റ് ആവും. ഞാൻ ദുഃഖം പ്രശ്നമാണല്ലേ? ദുഃഖം പ്രശ്നമാണുണ്ണി, കോമഡിയല്ലോ സുഖപ്രദം. അപ്പൊ ഇത് ദുഃഖഗാനം കോമഡിയിലൂടെ ഞാൻ അങ്ങോട്ട് തന്നാ പോരെ? അത് മതി. ക്യാപ്സൂൾ വരെ എത്തി പോട്ടെ. സൂപ്പർ.
രാഹുല് കരഞ്ഞുപോയി ഞാൻ. കരഞ്ഞു. കാരണം എത്ര സ്വർണം പണയം വെച്ചേക്കുന്ന ആളാ ഞാൻ. ഇതുവരെ ഒന്നും തിരിച്ചെടുത്തിട്ടില്ല. എത്ര പേരുടെ സ്വർണം, ആരുടെയൊക്കെയോ സ്വർണങ്ങൾ. പുള്ളി കട്ടെടുത്താലേ തൊണ്ടി പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ കൊണ്ട് പണയം വെക്കും ബാങ്കിൽ, ക്യാഷ് ആക്കി ഉപയോഗിക്കും. അങ്ങനെയല്ലേ? ആ, മനസ്സിലായി. ഒരാൾക്കല്ലേ മറ്റൊരാളുടെ രാപ്പനി അറിയൂ. ഓക്കെ, അപ്പൊ മാമ നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓ സന്തോഷം. ദുഃഖഗാനമാണെങ്കിലും നല്ല മനോഹരമായ ഗാനമായിരുന്നു. അപ്പോ ഈ ഗാനത്തിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പണിക്ക് പോകാൻ മടിയാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സ്വർണം പണയം വയ്ക്കും. കറക്റ്റ്. അയ്യോ, ഇത് നിങ്ങൾ എന്തിനാ ഉത്തരം പറയുന്നത്? അവര് പറയട്ടെ. അല്ല, ഞാൻ ലയിച്ചിരുന്ന് പോയി, അതുകൊണ്ടാണ്. നിങ്ങൾ പറയരുത്, ഇവര് പറയണം. അവര് പറയണം, എന്നാലേ നമുക്ക് ആരാ ഫസ്റ്റ് മത്സരിക്കണം തീരുമാനിക്കാൻ പറ്റുള്ളൂ. കേട്ടോ? അലമ്പ് കാണിക്കരുത്. ഓക്കെ. ചിറ്റ തന്ന എന്താണ് വിറ്റത്? 2 കമ്പനി. ഛേ, പറയണ മനസ്സിലാണല്ലേ? കേട്ടാ രാഹുൽ എന്തേ കാണിക്കുന്നത്? ഞങ്ങളുടെ ഇത് ഒരു ചോദ്യം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് ആരാ ചെയ്യുന്നുള്ളത്. പറയട്ടെ. അല്ല, എനിക്ക് ആ പാട്ട് അത്രയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു, നമ്മൾ അതുകൊണ്ടാണ്. ഈ സെഗ്മെന്റ് പൊളിക്കരുത് പ്ലീസ്. ഇവര് ഉത്തരം പറയണം. ഓക്കെ. ഇങ്ങനെ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടനെ ഇവിടെ ഇട്ട് ഇടിക്കേണ്ടി വരും. പണ്ടത്തെ കൊണ്ടയാ. കരയണ്ട തമാശ പറഞ്ഞു. പറയരുത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഇത് പറയരുത്, കാരണം ഇതിൽ ആരുത്തരം പറയുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സ്വർണം തിരിച്ചെടുക്കാൻ മറച്ചു വെക്കാൻ എന്താണ് കാണുന്നത്? സ്വപ്നം കാണും. ശരിയല്ലേ? ആ, എന്ത് പണിയാ രാഹുല് നിങ്ങൾ കാണിക്കുന്നത്? രാഹുൽ വെറുതെ ഒരു ഷോ അലമ്പാക്കല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഡിപ്രഷന്റെ പ്രശ്നം ഉണ്ടെന്ന് ഇവിടെ വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ ചെയ്തത്? നിങ്ങൾ മാനസാന്തരം വന്ന ആളാണ്, നിങ്ങൾക്ക് കോമഡി അങ്ങനെ സോറി പറയാറില്ല. എങ്കിൽ ഞാൻ സോറി സെഗ്മെന്റ് ഇതിൽ ആര് മത്സരിക്കുന്നു നമ്മൾ താന്നോന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോറി പറയാൻ ഗുണ്ട സോറി പറയണ്ട സാർ. ഇനി ഇതിൽ ആര് മത്സരിക്കുന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായിട്ട് ആദ്യം ആര് ഉത്തരം പറയുന്നോ അവൻ അല്ലെങ്കിൽ അവളോ ഇവിടെ ഇത് ചെയ്യും, മത്സരിക്കും. അതെ, അത് ഞാൻ ഉദ്ദേശിച്ചത്. അത് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞോളരുത് കേട്ടോ. ഞാൻ പറയാൻ പാടില്ല. നിങ്ങൾ പറയരുത്, അവൾ പറയാം. ഓക്കെ, ചോദിക്കട്ടെ, ചിറ്റ എന്ത് പാട്ടാണ് പാടിയത്? ഭരണിപ്പാട്ട്. ആരാ പറഞ്ഞ? നവീൻ. കയ്യടിക്കും. ഓക്കെ, അടിപൊളി, കലക്കി. അപ്പൊ ഞാൻ കടിച്ച ഞാൻ തന്നെ വിഷം എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അല്ല, എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം എന്ന് വെച്ചാലേ പറയാം മാമ, ഞാൻ പാടി, ഞാൻ കരുതി പുള്ളി അതൊന്നും കേട്ടിരിക്കൂലെന്ന്, ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷെ അത് പുള്ളി കറക്റ്റ് ആയിട്ട് അത് അവസാനം വരെ കാണാണ്ട്. അതാണ് ഗുണ്ടകളുടെ ഒരു ഇത്. ഒരു പണി ഏറ്റെടുത്ത് A-Z ആണ് ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടല്ലേ? അപ്പൊ എന്റെ പാട്ട് വിജയിച്ചെന്നുള്ളതാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ ആത്മബന്ധം മാത്രമേ ഉള്ളൂ, വേറൊരു ബന്ധം ഉണ്ടാക്കല്ലേ. വരികളെല്ലാം ഞാൻ പഠിക്കും. എന്താണെന്നറിയാമോ? ഈ വരികളിലെ എല്ലാ അക്ഷരങ്ങളും ആദ്യമായിട്ട് ഒരു നിഘണ്ടുവിലാക്കിയത് ആരാ? ഹെർമൻ ഗുണ്ടർട്ട്. ആ, ഞങ്ങളുടെ ഗുണ്ടയാ കേട്ടോ. ശരിയാണല്ലോ. ഇത് പറഞ്ഞിട്ട് അക്ഷരപ്രേമികളൊന്നും എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. നിങ്ങൾ ജർമ്മൻകാരനാണോ? ജർമ്മനിന്നാ? അല്ല, ഞാൻ ഗുണ്ടൽപേട്ട. ശരി. അപ്പോ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഇതില് സ്കോർ നേറിയിരിക്കുന്ന നമ്മുടെ നവീനാണ്. സോ ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ നവീൻ. ഇപ്പോൾ വേണമെങ്കിൽ കേരളത്തിൻ്റെ ഗൾഫ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാലക്കാട് നിന്നാണ് വരണത്. സംശയിക്കേണ്ട, ചൂട് 40 കഴിഞ്ഞു. 2 ഒട്ടകത്തിനെ വാങ്ങി വിട്ടോ. ഓക്കെ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഫർമേഷനാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാനുള്ളൊരു കോഴ്സ് ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം? സംശയിക്കേണ്ട, ശരിക്കൊരു കോഴ്സ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ എൻജിനീയറിങ്. അതായത് നമ്മൾ ഇന്ത്യയിലെ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഫേമസ് സ്റ്റാൻഡപ്പ് കൊമഡിയന്മാരെ എടുത്ത് നോക്കുക. ഇതിൽ മാക്സിമം ആൾക്കാർ എൻജിനീയറിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ ലസാഗു ഉസാഗയൊക്കെ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? എന്ത് കാര്യത്തിന്? അല്ലേ? ഈ ലസാഗുവിൻ്റെ ഉസാഗയുടെ ഒക്കെ വല്യച്ഛനും മുത്തച്ഛനൊക്കെയാണ് ഇതിൻ്റെ സിലബസിലുള്ളത്. ഇതെന്താണ്, ആരാണ്, എങ്ങനെയാണെന്നൊന്നും അറിയാണ്ടാണ് ഒരുപാട് പേര് ഈ എഞ്ചിനീയറിംഗ് പാസ്സാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും മിക്കവാറും ആളുകൾ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവണത് എന്നാണ് എൻ്റെ ഒരു ഇത്.
അപ്പോൾ സ്റ്റാൻഡപ്പ് കൊമഡിയൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുക, എഞ്ചിനീയറിങ്ങിന് പോയി ചേരുക. ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു പഠിച്ച എഞ്ചിനീയർ ആവാം, ഇല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമഡിയൻ ആവും. എന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസ്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില പാഠങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ നല്ല കുട്ടിയായിരുന്നു, വളരെ നല്ല കുട്ടി. ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, വളരെ എന്താ പറയുക, അനുസരണമുള്ളൊരു കുട്ടി. ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ട് പോവും, ആര് പറഞ്ഞാലും അനുസരിക്കും. അതായത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാടാണല്ലോ, അപ്പോൾ ഒരു സാധാരണ പാലക്കാടുകാരനോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, എന്താ അല്ലേ ചെക്കൻ, അവൻ സ്വത്ത് കട്ട, ഇങ്ങനത്തെ ചെക്കന്മാരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് പറയും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവൻ വീടിനടുത്ത് തന്നെയാണ്, അത്യാവശ്യം നല്ല കുരുത്തക്കേടാണ്. ഇവനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഈ വെതറുകടിയനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഇവനെ കണ്ട അന്നത്തെ ദിവസം അങ്ങോട്ട് പോവാണ്, ഇവ ഒരിക്കൽ നന്നാവില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് 7 ലക്ഷം രൂപ വാങ്ങിയിട്ട് UK ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനെ പറ്റിയിട്ട് ഇതേ നാട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എനിക്കറിയാം, അവൻ അന്നും അതെ ആക്റ്റീവാണ്, അവൻ്റെ അടുത്തൊരു ഫയർ ഉണ്ട്, ഇവൻ അന്നേ നന്നാവുമെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഞാൻ ചോദിച്ചു, അന്ന് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണല്ലോ ഞാൻ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ, നീ എന്താണ്ടാ, അന്നും അതെ ഒരു ഭാഗത്ത് വെച്ച് അങ്ങനെ ഇരിക്കും, ഒരു പഴം. അപ്പം അന്നത്തെ കുരുത്തം കെട്ടവൻ ഇന്നത്തെ ആക്റ്റീവും, അന്നത്തെ നല്ല കുട്ടി ഇന്നത്തെ പഴവും. അപ്പം നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ജീവിക്കരുത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇതാണ് പാഠം നമ്പർ 1. നാട്ടുകാർ കഴിഞ്ഞ് ഇനി കൂട്ടുകാരിലേക്ക് പോവാം. എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരാണ്. അതായത് ഒരു സമയത്ത് എന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന ആളുകളാണ് എൻ്റെ കൂട്ടുകാർ. അത് ഞാൻ വെള്ളം അടിക്കാത്ത എന്നെ ഇവരുടെ വെള്ളടി കമ്പനിയിൽ കൊണ്ടിരുത്തും, ഒരാവശ്യമില്ല, വെറുതെ. അതുപോലെ ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇവന്മാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്നെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാനില്ലാത്തൊരു പരിപാടി അവർക്കില്ല. പിന്നെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ടൂറൊക്കെ പോണ സമയത്ത് വെള്ളമടിക്കാത്തൊരു ഡ്രൈവറെ കിട്ടും അവർക്ക് ഫ്രീ ആയിട്ട്. പിന്നെ രണ്ടാമത്തത്, ഈ കുപ്പി എന്നെ ധൈര്യമായിട്ട് ഏൽപ്പിക്കുക. ഞാൻ ഈ പട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും, വേറെ വല്ലതാണെങ്കിൽ ഇത് പൊട്ടിച്ച് അടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതിന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാവശ്യമില്ലാണ്ട് ഒരുത്തനും നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ ആവശ്യമില്ലാതെ പുകഴ്ത്ത് കണക്ക് മനസ്സിലാക്കുക, അതിൻ്റെ പുറകിൽ എന്തോ ഒരു പണി വരുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടുകാർ എന്നെ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ആളുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഇവരെന്നെ വിളിയൊന്ന് കുറഞ്ഞു, വിളിയുടെ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു വന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാതെ ഞാൻ ഒരുത്തനോട് ചോദിച്ചു, എന്താടാ ശരിക്കും പ്രശ്നം എന്താണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? വേറെ ഒന്നുമില്ലടാ, നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ടച്ചിങ്സ് തികയില്ല എന്ന്. സത്യമാണ്. ഇവന്മാർ ഒരു പെഗിൻ്റെ പകുതി കഴിക്കുമ്പോൾ ഞാൻ ടച്ചിങ്സിൻ്റെ മുക്കാലും കഴിച്ചിട്ടുണ്ടാവും. ഇവന്മാർ ആ പെഗ് ഫിനിഷ് ചെയ്യാൻ തൊട്ട് പോകുമ്പോൾ ഞാൻ ഈ ടച്ചിങ്സ് മുഴുവൻ എടുത്ത് തിന്നിട്ട് അവരൊഴിക്കാൻ വെച്ചിരിക്കുന്ന പെപ്സിയും 7-Up വരെ എടുത്ത് കുടിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കൂട്ടുകാരെന്നെ ഒഴിവാക്കിയതിനല്ല, അതായത് ഇവരെ ഞാൻ വിഷമിപ്പിച്ചില്ലേ. അപ്പോൾ ആ ഒരു വിഷമത്തിന് വേണ്ടി എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇപ്പോഴും ഞാൻ പറയണു, ആണയിട്ട് പറയുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളമടി തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അവരെന്നെ തീരെ വിളിക്കാറില്ല, കാരണം അവർക്കിപ്പോൾ ടച്ചിങ്സും മദ്യവും തികയുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരെന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ ഉളുപ്പില്ലാതെ കയറി ചെല്ലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഹൃദത്തിൻ്റെ വില അറിയാം. സൗഹൃദം എന്ന് പറഞ്ഞാൽ മഹാ ഒരു സംഭവമാണ്. അതായത് സിനിമ എടുത്തു നോക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ 80കളിലെ സിനിമയിലേക്ക് സൗഹൃദത്തിന് ഒരു പാട്ടുണ്ട്, ഏതാ, ഏ ദോസ്തി ഹം നഹീ ചോടേങ്കേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി 90കളിൽ എത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ എന്താ പറയുക, പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്, ഇത് വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാറ്റാടി തണലും തണലത്തൊരു ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലവ് സോങ് വരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സോങ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ തമിഴ്നാട്ടുകാർ മഞ്ജുമോൾ ബോയ്സും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഞ്ഞമ്മൽ ബോയ്സ് അല്ലേ, അതിൽ അവർ ലവ് സോങ് ഒക്കെ എടുത്തിട്ട് നേരെ ഇതാക്കി. ഏതാ പാട്ട്? ഉണ്ടാന കായമിന്ന് തന്നാലെ മാറിപ്പോകും മായമിന്ന് ഉന്മാനേ ഉന്മാനേ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ ഈ സിനിമ കാണാനുണ്ടായ സാഹചര്യം, ഈ മഞ്ഞമ്മൽ ബോയ്സൊക്കെ റിലീസായ ഒരു സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. പക്ഷേ എൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫ്രണ്ട് വിളിച്ചു, മച്ചാ അന്ത പടം പാത്തടാ, സൂപ്പർ പടം, സെമ്മ പടം. അപ്പം ഞാൻ എന്താ പടമാടാ? മഞ്ജു മേൽസ് ബോയ്സ് എന്ന്. അപ്പം ഈ മഞ്ജുവിൻ്റെ മേൽ ബോയ്സ്, ഇത് ഏപ്പടമാണ്. ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് സത്യത്തിൽ കയറിയത്. പക്ഷേ എൻ്റെ പ്രതീക്ഷ ഒന്നും ഏറ്റില്ല. എന്നാലും പടം വേറെ ലെവൽ, സൗഹൃദത്തിൻ്റെ ഒരു ബലം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ് ഓവറിൽ ഞാൻ പുറത്തിറങ്ങിയ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, മുത്തേ നോക്കണ്ട. അതായത് ഈ ലവ് സോങ് എടുത്തിട്ട് ഫ്രണ്ട്ഷിപ്പിന് എടുക്കാൻ പറ്റുമെങ്കിൽ ലവറെ വിളിക്കുന്ന സാധനം ഫ്രണ്ടിനെ വിളിക്കാമല്ലോ. അപ്പം അങ്ങനെ വിളിച്ചു, മുത്തേ. അപ്പം അവിടെ നിന്ന് എന്തിട്ടു ആടാ, സ്വാഭാവികം ഫ്രണ്ടാണ്, അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എടാ നമുക്ക് നമ്മുടെ ഗുണ കേവിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ. അപ്പം അവിടെ നിന്ന് ടൂട്ടുവിൻ്റെ പെരുമഴ. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത്
1 മാസം മുമ്പ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഊട്ടിയിലേക്കായിരുന്നു. അന്ന് ഞാനെന്തോ അവന്മാരെ അടിക്കാൻ വെച്ച സാധനം എടുത്തിട്ട് അടിച്ചു എന്നോ, റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് എന്തോ വേണ്ടാതീനം കാണിച്ചു എന്നോ, പിന്നെ തമിഴന്മാർ ചോദിക്കാൻ വന്നപ്പോൾ അവന്മാരായിട്ട് അടി ഉണ്ടാക്കിയെന്നോ, പോലീസ് വന്നപ്പോൾ ഞാൻ ഏതോ പാണ്ടിലോറി കയറി കേരളത്തേക്ക് വന്നു, ഇവന്മാരെ പോലീസ് പിടിച്ചോന്നൊക്കെ പറയണ കേട്ടോ. സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ ഫിറ്റായി പോയല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നല്ല ഫ്രണ്ട് ആയിക്കോട്ടെ, അവന്മാർക്കൊരു പരിധി വിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ നമ്മളെ അടുത്ത് പുറത്ത് കളയും. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും, നമ്മുടെ എല്ലാ കുരുത്തക്കേടിനും സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന 2 പേരുണ്ട്. ആരാ? നമ്മുടെ അച്ഛനും അമ്മയും, അല്ലേ? എൻ്റെ ഈ ഊട്ടി കഥ പുറത്തായി കഴിഞ്ഞാൽ മിക്കവരും അവർ എന്നെ പുറത്താക്കും. താങ്ക് യു. നവീൻ വളരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കൂളായിട്ട്, കാഷ്വലായിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട്, രസകരമായിട്ട് പ്രസന്റ് ചെയ്തു. സൂപ്പർ. ചേട്ടാ നവീനെ, നിങ്ങളെല്ലാം ഇവിടുന്ന് ഈ പോയതാണല്ലോ ഒരു റൗണ്ട് പെർഫോമൻസ് കഴിഞ്ഞത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് എന്തോ നീ സ്റ്റാൻഡപ്പ് പറഞ്ഞ പോലെ എന്തോ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാവരും വളരെ ഗംഭീരമായ തിരിച്ചുവരവുകളാണ് നടത്തുന്നത്. അന്നത്തെ ആളെയല്ല വരുമ്പം വളരെ കാഷ്വൽ ആണ്, വളരെ ടെൻഷൻ ഫ്രീ ആണ്, നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല ടൈമിംഗ് ആണ്, നല്ല മോഡുലേഷൻ ആണ്. അത്യാവശ്യം നല്ല ഗംഭീര പ്രകടനമായിരുന്നു. സൂപ്പറായി കേട്ടാ. നവീനെ, ശരിക്കും ഒരു അധ്യാപകൻ നിന്ന് കുട്ടികൾ ക്ലാസ് എടുക്കുന്ന പോലെ ഉള്ള ഫീലായിരുന്നു. കാരണം നവീൻ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, ഞങ്ങൾ കുട്ടികളെ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ രസകരമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ടുള്ള കൗണ്ടറുകളൊക്കെ പറഞ്ഞു. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ്. അതിനകത്ത് വേറെ ഒഴുക്കൊന്നും വന്നില്ല. പിന്നെ വേറെ ഇപ്പം എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? ഇത് കൂടാതെ മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം പാട്ട് അല്ല. ഓക്കെ. അല്ല, എഞ്ചിനീയറിംഗ് അല്ല, ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതാണ്, എഞ്ചിനീയറിംഗിലേക്ക് എത്തിയില്ല. ഡിപ്ലോമ കഴിഞ്ഞാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അവസ്ഥ ആയതുകൊണ്ട്. അല്ല, ഒരു കാര്യം സത്യം ഉണ്ടതിൽ അല്ലേ, കൂടുതലും കാര്യം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ കൂടുതലും ഈ സ്റ്റാൻഡപ്പ് കോമഡികൾ ഒരുപാട് നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും. എന്താണ് അതിനകത്ത് വല്ല രഹസ്യം ഉണ്ടോ അങ്ങനെ ചെയ്യുന്നതിനകത്ത് വല്ലോ? അറിയില്ല, മിക്കവാറും വേറെ പണി കിട്ടത്തോട്ട് എന്റെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയാം. വേറെ മേഖലകളിലേക്ക് മാറുന്നവർ ഒരുപാട് പേരുണ്ട്, സിനിമയിലേക്കും ഒക്കെ വന്നവർ ഒരുപാട് പേര്. അല്ല, ഞാൻ പറഞ്ഞ സിനിമയുള്ളവരല്ലേ, ഇപ്പൊ നിവിനും അജു ഇവരെല്ലാവരും ഒരു ബാച്ചല്ലേ, ഒരുപാട് പേരുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഗുണ്ടാപ്പണി ഇല്ലാത്തപ്പോ ഗുണ്ടകൾ എന്തെടുക്കുന്നതിനെ പറ്റി നീ ഏതെങ്കിലും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? നല്ല ഐഡിയ ഉണ്ടോ? ഗുണ്ടാപ്പണി ഇല്ലാത്തപ്പോ ശരിക്കും പറഞ്ഞ ഈ കള്ളു കുടിക്കാൻ പോലും കാശില്ലാണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും തിന്നിട്ട് നല്ല മഴയത്ത് യേശുദാസിന്റെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കാനാണ് ഗുണ്ടകളൊക്കെ ചെയ്യുക. അപ്പൊ അതുപോലത്തെ ഒരു അനുഭൂതിയായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ. നല്ല നനുത്ത ശബ്ദം, അങ്ങനെ ആ നനുത്ത ശബ്ദത്തിനുള്ളിലൂടെ വളരെ സരസമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഫീലിൽ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ എൻ്റെ ഗുരുനാഥൻ, ഗുണ്ടകൾക്കൊക്കെ ഗുരുനാഥന്മാരുണ്ടാവുമല്ലോ, എൻ്റെ ഗുരുനാഥൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എടാ നീ മനുഷ്യനാവണം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ മൃഗമാണോ? അല്ല, നിൻ്റെ കാട്ടാള സ്വഭാവമല്ല ഞാൻ പറഞ്ഞത്, നീ ഒരു മനുഷ്യനാവണം. അപ്പോൾ പുള്ളി എപ്പോഴും ഇങ്ങനെ മനുഷ്യനാവണം എന്ന് പറയുമ്പോൾ ഞാനിതെന്താണ് ആലോചിച്ചു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് ഒരു ദിവസം സത്യം പറഞ്ഞു, നീ 2 എണ്ണം അടിക്കണം, അപ്പോഴേ നീ മനുഷ്യനാവുള്ളൂ. അപ്പം ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അടിയിൽ എഴുതി കാണിക്കണുണ്ടോ നിയമപ്രകാരമായ മുന്നറിയിപ്പ്. അപ്പം ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, ബോസേ അതെന്താണ് വെള്ളമടിച്ചാലോടെ മനുഷ്യനാവണം? അപ്പം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ, വെള്ളമടിക്കുന്നത് വരെ മനുഷ്യരെല്ലാവരും മുഖംമൂടി ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ ഗുണ്ട രാഹുലിൻ്റെ മുഖംമൂടി, നിങ്ങളുടെ മുഖംമൂടി, ഡയാനയുടെ മുഖംമൂടിയാണ്. 2 എണ്ണം വിട്ട് കഴിയുമ്പോൾ ഈ മുഖംമൂടിയൊക്കെ അങ്ങ് പോകും. പിന്നെ യഥാർത്ഥ മനുഷ്യൻ പുറത്തേക്ക് വരും. അതിനകത്തായിരിക്കും ചിലപ്പോൾ കരയുന്ന ആൾക്കാരുണ്ടാവും, വെള്ളമടിച്ച് ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ദുഃഖങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വെള്ളമടി അത്ര നല്ല സംഭവമൊന്നുമല്ല. പക്ഷെ വെള്ളമടിക്കുന്നവരെ വീട്ടിൽ കയറ്റാം, നല്ല മിടുക്കന്മാരായിരിക്കും. അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഞങ്ങൾക്ക് തരാതെ നിങ്ങൾ മാത്രം ഇത് എവിടുന്ന, നിങ്ങൾക്ക് മാത്രമേ ഫ്ലോറിൽ എവിടുന്ന സാധനം കിട്ടിയത്. ഇത്ര നേരം ഈ സംസാരം ഇല്ലായിരുന്നല്ലോ. അതായത് വളരെ സിമ്പിൾ ആണത്. അതായത് ഒരുപാട് പേര് പറയാറുണ്ട്, ഈ കള്ള് കുടിച്ച് കഴിയുമ്പോൾ പലരുടെയും സ്വഭാവം മാറും, വേറെ സ്വഭാവം അലമ്പാവും എന്നൊക്കെ ഉള്ളത്. ശരിക്കും കള്ള് കുടിച്ചു കഴിഞ്ഞ് വരുന്നതാണ് ശരിക്കും സ്വഭാവം. ബാക്കിയുള്ള സമയത്താണ് അവൻ മാറി നടക്കുന്നത്. അവന് സാമൂഹ്യ ബോധമുണ്ട്, അവിടെ പോയ പിന്നത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്നുള്ള ചിന്തകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവർ കൃത്യമായി അല്ലാതെ നടക്കും. ഇത് അടിച്ചു കഴിയുമ്പോൾ പിന്നെ പുള്ളിക്ക് ഒരു കൺട്രോളും ഇല്ല, പുള്ളിയുടെ കയ്യിലുള്ള സ്വഭാവം പുറത്തേക്ക് വരും. തിരിച്ചാണ്, അത്രേ ഉള്ളൂ. ഗംഭീരമായി, തത്വം ഗംഭീരമായി. ഈ തത്വങ്ങളും പറയാനും ഗുണ്ടകൾക്ക് അറിയാമെന്ന് മനസ്സിലായില്ലേ? ആ തത്വഗുണ്ട എന്ന് നിങ്ങൾ അറിയപ്പെടും. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ ചത്ത കൊണ്ടായി പോകുന്നതാണ് പേടി. നവീനെ എന്തെങ്കിലും പുതിയ മിമിക്രി പരീക്ഷണങ്ങൾ ചെയ്തിരുന്നു?
പുതിയ ശബ്ദങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുറത്തൊക്കെ എടുക്കാനുണ്ടോ? ഇപ്പോ മഞ്ഞുമൽ ബോയ്സിലെ കൺമണി അൻപോട് കാതലൻ അതിന്റെ 2 വോയിസും ചെയ്യാറുണ്ട്. നവീനെ അപ്പോ 2 മിമിക്രി എടുക്കാൻ പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മുടെ സൗബിൻ സാഹിർ, വിനയ് ഫോർട്ട് ആയിക്കോട്ടെ. ശരി ശരി. ഒരു കോമ്പിനേഷൻ. പിന്നെ പൊളിക്കും. പ്രേമത്തിലെ ഒരു ഡയലോഗാണ്, ക്യാൻറ്റീനിൽ വെച്ചുള്ള ഡയലോഗാണ്. സാർക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇല്ല, എന്താണ് സാറ് പ്രശ്നം? സാറിന്റെ തലയിൽ മുടിയില്ല സാറേ. സാർക്ക് ഇന്നലെ തലയിൽ മുടി, സാറ് തലയിൽ മുടി കരണ്ടേ കാക്കി തുടങ്ങിണ്ടാവും. അല്ല സാറേ, കുറച്ചുകൂടെ സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ടാവോ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ? സിമ്പിൾ സ്റ്റെപ്പ് ഇല്ല സാർ, സിമ്പിൾ സ്റ്റെപ്പ് ഇല്ല. അല്ല സാർ എന്താണ് അവനോട് പറയാൻ പോണത്? നാനുണ്ണൈ കാതലിക്കറ്. അവളോട് പറഞ്ഞായിരുന്നാ? ഇല്ല, പറഞ്ഞില്ല. പറയണ്ട, മുഖത്ത് തുപ്പു. ഇതുപോലെ വേറെ എന്തെങ്കിലും കോംബോ ഉണ്ട്? അടിപൊളി കോംബോ ആയിരുന്നു കേട്ടോ. പിന്നെ സ്ഥിരം ചെയ്യുന്ന എന്തെങ്കിലും കോംബോ വളരെ കുറവാണ് ഇപ്പൊ ചെയ്യണത്. ശരി, ഓക്കെ. എനിവേ ഇത് ഗംഭീരമായ കേട്ടോ, ഗംഭീരമായ സ്റ്റാൻഡപ്പും ഗംഭീരമായ മിമിക്രി അടിപൊളിയായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റാൻഡപ്പിന്റെ മത്സര വേദിയിൽ അടുത്തതായി എത്തുന്നു നിത്യ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിത്യ പ്രവീൺ. എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണല്ലേ. പക്ഷെ എൻ്റെ ഹീറോ എൻ്റെ അച്ഛനല്ല, എൻ്റെ മാമനാ. കാരണം എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും, ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും, ഇനി ഏത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും. പക്ഷെ എനിക്ക് ഇച്ചിരി അറിവായി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ബലിക്കാക്കയുടെ ഫിഗറുള്ള എൻ്റെ മാമനാന്നുള്ളത്. ഈ പുള്ളി വെറുതെ ഇരുന്ന് ആലോചിക്കുന്ന കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അടുത്ത എന്തെങ്കിലും കൊനഷ്ട വേല ഒപ്പിക്കാനാണെന്നുള്ളത്. പണ്ട് CD ഇട്ട് സിനിമ കാണുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഈ മരങ്ങോടൻ ആദ്യമേ പാർട്ട് 2 ഇട്ടങ്ങ് കാണും, പിന്നെ പാർട്ട് 1 ഇട്ട് കാണും. എന്നിട്ട് പറയും സിനിമയുടെ കഥ എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞൊരു ഒറ്റ ഒരു പോക്ക. എന്തിനാന്നോ എന്തോ. വെളുപ്പാങ്കാലത്ത് കോഴി കൂവുന്ന സൗണ്ട് കേട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന കോഴിയുടെ അണ്ണാക്കി കൊണ്ടു ചെന്ന് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് വെച്ചിട്ട് കയറി കിടന്നുറങ്ങി. ഈ കോഴി എങ്ങനെയോ ഒട്ടിപ്പിടക്കിയെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആ കോഴിയെ തട്ടി പ്ലേറ്റിലാക്കി വയറ്റിലാക്കാൻ നോക്കിയപ്പം നമ്മുടെ കൂരോമളയിലെ രമണ ചേച്ചി വന്നു കിടന്ന് അറഞ്ചം പുറഞ്ചം അങ്ങ് പ്രാവുക. അപ്പോഴാ കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് രമണി ചേച്ചിയുടെ കോഴിക്കുട്ടി കിടന്നുറങ്ങിയ കോഴിയായിരുന്നെന്നുള്ളത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ കോഴിയും കോഴിക്കൂടും ഒന്നും ഇല്ലല്ലോ, ആകെയുള്ള കോഴിക്കുട്ടി കിടന്നുറങ്ങുന്നത് ഞങ്ങളാ. ഈ മാമന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പൂപ്പനൊരു കാര്യം അങ്ങ് തീരുമാനിച്ച് പുള്ളിയെ കൊണ്ടങ്ങ് പെണ്ണ് കെട്ടിക്കാന്ന്. അപ്പോഴോ ഇങ്ങനെ കൊടുക്കത്തെ ഡിമാൻഡ് നമ്മുടെ ഡയാനെ പോലൊരു പെണ്ണ് മതിയെന്ന്. ഡയാനയുടെ അത്രയും സൗന്ദര്യം വേണം, അത്രയും മുടി വേണം, അത്രയും നിറം വേണം. ഈ വേട്ടാവളിയനൊക്കെ പെണ്ണ് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ അവസാനം തപ്പി പിടിച്ച് അത്രയും ഗ്ലാമർ ഇല്ലെങ്കിലും ഒരു പെണ്ണിനെ ഒപ്പിച്ച് എന്തായാലും ആ മണ്ടത്തരങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിലേക്ക് പോയി. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കയറിയത് 3ാമത്തെ നിലയെ. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടേ താഴത്തെ നിലന്ന് ഭയങ്കര കരച്ചില്. എന്തുവാന്നറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ താഴത്തെ നിലയിട്ട് ഓടിച്ചെന്ന്. അപ്പോഴെന്തുവാ, തുണിയെടുക്കാൻ വന്ന 3 ചേച്ചിമാര് ബോധം കെട്ട് കിടക്കുന്നു. ഈ ബലിക്കാക്കയുടെ ഫിഗറുള്ള ഈ വൃത്തി കെട്ടവൻ ട്രയൽ റൂമാന്നും പറഞ്ഞോണ്ട് കയറി ലിഫ്റ്റിനകത്ത് കയറി തുണി മാറി. ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നപ്പോ തുറന്ന് നോക്കിയപ്പോഴേ എന്തുവാന്ന് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ മാമന് തുണിയില്ല, മണിയില്ല, എല്ലാരും കണ്ട് പേടിച്ച് നിൽക്കുക. അങ്ങനെ അവസാനം ഞങ്ങള് മാമനെ വിളിച്ചോണ്ട് വന്ന് കല്യാണം അങ്ങ് നടത്തി. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളിൽ മാമിക്ക് MAക്ക് പഠിക്കണമെന്ന് ആഗ്രഹം മാമനോട് പറഞ്ഞപ്പം മാമൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എൻ്റെ മാമ പറഞ്ഞതിൻ്റെ കുഴപ്പമാണോന്ന് എനിക്കറിയത്തില്ല. MAക്ക് വർഷം പഠിക്കേണ്ട കോഴ്സ് 9 മാസം കൊണ്ട് അമ്മയ്ക്ക് പഠിപ്പിച്ച് പുള്ളിക്കാരി അങ്ങ് വീട്ടിലിരുത്തി. അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് അലമാരിക്കകത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇപ്പം വീട്ടിൽ ഓടിക്കളിച്ച് നടക്കുന്നു. രണ്ടാമത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാമിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴും സർട്ടിഫിക്കറ്റ് മാമൻ കൊടുത്ത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ത്രാണി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ ജീവിതത്തിൽ ഒരാഗ്രഹവും മാമി പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ മാമനെ വിളിക്കുന്നത് ശ്രീയേട്ടാന്നാ. മാമന്റെ പേര് ശ്രീധരന്നാ. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം എൻ്റെ അച്ഛനെ പേര് ചുരുക്കി വിളിക്കണമെന്ന്. എൻ്റെ അച്ഛൻ്റെ പേര് തുളസീധരൻ. ഒരു ദിവസം രാവിലെ
വീടിന്റെ പൊട്ടിയ ഷീറ്റ് മാറാൻ കയറി അച്ഛനെ നോക്കി താഴെ നിന്ന് എന്റെ അമ്മ ഒരൊറ്റ വിളിയാ തുളയേട്ടാന്ന്. സത്യം പറയാലോ, പാവം പിടിച്ച എന്റെ അച്ഛൻ ഒരു 1.5 മണിക്കൂറില്ല ശ്രീകൃഷ്ണൻ നിൽക്കുന്നോണോ അങ്ങ് നിന്ന്. പക്ഷേ ഞാൻ അന്നേരം ഒന്നും അത് ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, അച്ഛനെ അമ്മ തുളയേട്ട എന്ന് വിളിക്കുന്നത് കണ്ടിട്ട് താഴെ നിൽക്കുന്ന എന്റെ വല്ലിച്ച മുരളീധരന് കയറി വല്യമ്മച്ചി മുറിയേട്ട എന്നങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ തീർന്നേനെ. ഈ മാമന്റെ വെള്ളമടി കൂടിക്കഴിഞ്ഞപ്പം മാമനെ ഉപദേശിക്കാനായിട്ട് വല്ലിച്ചൻ എൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ട്, നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ അണലിയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് രായവെമ്പാലെ പറഞ്ഞു വിട്ടേക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ 2 പാമ്പുകളും ഇല്ല. എന്തുവാ, റോഡിൽ കിടന്ന് നാഗനൃത്തമായിരുന്നു. എന്റെ മാമിയുടെ ചെരവ കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ട് പോലീസ് കേസൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ 2 പാമ്പുകളും കൂടെ വരുന്നു. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മൂമ്മ ചാടി ഇറങ്ങിയ ഒരു സെന്റിമെന്റൽ ഡയലോഗാ. എടാ നീയൊക്കെ എന്നെ ഓർത്തോ, നിന്റെ അച്ഛനെ ഓർത്തോ? ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, നിങ്ങൾക്കൂടെ തരാനുള്ള സാധനം കയ്യിലില്ലായിരുന്നെന്ന്. പിന്നെ അമ്മൂമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മൂമ്മയ്ക്ക് എപ്പടി 2 എണ്ണം അടിച്ചിട്ട് ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന അപ്പൂപ്പനെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടം കൂടി കൂടി ഇപ്പം ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന മക്കൾ 10 എണ്ണം ചുറ്റി. അത് ഓർത്താ മതിയായിരുന്നു. എൻ്റെ അമ്മൂമ്മയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ എൻ്റെ മാമൻ എന്തോ ഇത് അന്നേരം തന്നെ പോയി അപ്പൂപ്പനുള്ള സാധനം മേടിക്കാനായിട്ട്. മാമനാണെങ്കിൽ അപ്പൂപ്പനോട് ഒടുക്കലത്തെ സ്നേഹവാ. അങ്ങനെ സ്നേഹിച്ച് ഇനി എൻ്റെ അപ്പൂപ്പൻ്റെ ഇളി കിടക്കുന്ന കറുത്ത ചിരടും കൂടെ ഉള്ള കള്ളക്കളവ് അടിച്ചെടുക്കാനുള്ളത്. ഇതുപോലുള്ള ഒരെണ്ണം കൂടെ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ കേൾക്കാൻ നല്ല ഇഷ്ടമല്ലേ വല്ലവരുടെ കുടുംബകഥ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല, കാരണം എൻ്റെ അടുത്ത കണ്ടന്റ് എൻ്റെ ചിറ്റപ്പൻ അന്നിട്ടേ പറയുന്നുള്ളൂ. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കഥകളും ഒക്കെ നല്ല തമാശയുള്ള കഥകളൊക്കെ ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ചേട്ടനോട് ചോദിക്കാം. രവി ചേട്ടാ, ഇന്ന് നിത്യയുടെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട്. അതെ, പ്രവീൺ. അതുകൊണ്ട് നിത്യ ഒന്നും തെറ്റിക്കാതെ വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് പറഞ്ഞു. പുള്ളിനെ ഇനി എല്ലാ ദിവസവും ഇവിടെ കൊണ്ട് ഇരുത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. പ്രവീൺ വന്ന് നിന്നപ്പോ നിത്യ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ചുമ്മാ പറഞ്ഞ അല്ലെങ്കിൽ നിത്യ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. നല്ല രസമുള്ള പ്രകടനമായിരുന്നു. നിത്യയൊക്കെ ഇങ്ങനെ ഈ ഓരോ പ്രകടനവും എനിക്ക് ഏത് എപ്പിസോഡാന്ന് പറയണ്ട, വെറുതെ ഇട്ട് കാണിച്ചാൽ ഞാൻ പറയാം മുമ്പത്തെ ഏതായിരുന്നു പുതിയത് ഏതായിരുന്നു. അങ്ങനെ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡ് കഴിയും തോറും. കേട്ടോ, കൂടുതൽ നല്ല റിഫൈൻഡ് ആയ നല്ല തമാശകൾ പറഞ്ഞ് നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് രസമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. നല്ല രസമുള്ളൊരു പ്രകടനമായിരുന്നു. സൂപ്പറായി. നിത്യ, ഈ പറഞ്ഞ മാമൻ എന്നുള്ളത് നിത്യയുടെ മാമനാണോ അതോ പ്രവീണിന്റെ മാമനാണോ? എന്റെ മാമനാ. ആണോ? രസമുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ഇവിടെ വന്നിരുന്ന കുറച്ച് എപ്പിസോഡിൽ ഇപ്പം ഞാൻ നേരത്തെ വന്നപ്പോൾ പോലുള്ള ചേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്ന ഓരോരുത്തരും പെർഫോം ചെയ്യുന്നത് ഒരു ചെറിയ കൗണ്ടർ മോശമല്ലാതെ എല്ലാ കൗണ്ടറുകളും ഏക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരെണ്ണം പോലും മോശമില്ല. ഇപ്പം ഇന്ന് ഈ പറഞ്ഞ കഥകൾ, നമുക്ക് പഴയ കഥകൾ, അമ്മാവൻ കഥകളും ചിറ്റപ്പൻ കഥകളൊക്കെ പഴയ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മാമൻ കഥകൾ കുറേ നല്ല രസമായിട്ടുള്ള ചെറിയ തമാശകൾ, ചില തമാശ നമ്മൾ കേട്ടതാണെങ്കിൽ പോലും അതൊട്ടും ബോറില്ലാതെ, അല്ലേ? ചിലത് നമ്മൾ കേട്ടതാണെങ്കിൽ പോലും അത് ബോറില്ലാതെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു എന്നുള്ള അടിപൊളി. നിത്യയുടെ ആദ്യത്തെ പെർഫോമൻസ് മുതൽ നല്ലതായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ പോളിഷ് ചെയ്ത് നന്നാക്കിക്കൊണ്ട് വരുവാണ്. അതാണ് ഒരു വലിയ പ്ലസ് പോയിന്റ്. കീപ് ഇറ്റ് അപ്പ്. അടിപൊളി. അത് ഇതുപോലത്തെ ഒരു മാമൻ എനിക്കും ഉണ്ടായിരുന്നു. ആ കഥ പറയാനൊരു സമയം കിട്ടുമെന്നാണ് എനിക്ക് പേടി. കാരണം വലിയ കഥയാ, അതുകൊണ്ടാ. പറഞ്ഞു നോക്കാം, നമുക്ക് ഇല്ലെങ്കിൽ നോക്കാമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് കളയാം. അതായത് ഈ മാമനൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് ഒരു തള്ള ചത്തുപോയിപ്പോൾ കുഴിച്ചിടുന്നതായിട്ട് കുഴി കുത്തണം. അപ്പോൾ സ്ഥിരം കുഴി കുത്തുകാരന് അന്ന് ചിക്കൻ ബോക്സ് വന്ന് കിടക്കുക, കുഴി കുത്താൻ ആളില്ല. അപ്പോൾ ഈ വീട്ടിൽ ഈ തള്ളയുടെ ബന്ധുക്കൾ വിളിച്ചിട്ട് ഇവരോടടുത്ത് പറഞ്ഞ് 2 പേരുടെ അടുത്ത് പറഞ്ഞ് കുഴി ഒന്ന് കുത്താമോ? അപ്പോൾ ഫുള്ളൊരെണ്ണം മേടിച്ച് തന്നാൽ കുഴി കുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുള്ളൊരെണ്ണം മേടിച്ച് ഇവർ തൂമ്പയ്ക്കായിട്ട് സെമിത്തേരി പോയി കുഴി കുത്തു തുടങ്ങി. കുഴി കുത്തി ഇടയ്ക്കൊരെണ്ണടിക്കും, കുഴി കുത്തും, പിന്നെ അടിക്കും, കുഴി കുത്തും. അങ്ങനെ കുത്തി ഏകദേശം ഒരു 3-4 അടി താഴ്ചയായി. അപ്പം മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു, അവിടെ നിന്ന് 2-3 കോലൊക്കെ എടുത്തിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് കടലാസ് ഇറന്ന് വെച്ചത് വലിച്ചു കെട്ടി, എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ട് കുഴി കുത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ വേറൊരു അപകടം, മഴ പെയ്തിട്ട് ഗ്യാസ് ലൈറ്റാണ് കയ്യിൽ, അത് കെട്ടുപോയി. അപ്പോൾ ഗ്യാസ് ലൈറ്റ് കെട്ടിപ്പോൾ ഇരുട്ടായല്ലോ. എന്ത് ചെയ്യും?
ഒരു കാര്യം ചെയ്യാം, ഈ ഗ്യാസ് ലൈറ്റ് മാൻഡിൽ രണ്ടാമത് കെട്ടിയാലേ കത്തുള്ളൂ. അത് പലചരക്കടക്കാരൻ പത്രോസേട്ടനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് വേണം മാൻഡിൽ മേടിക്കാൻ. ഒരാൾ പോയി മാൻഡിൽ മേടിക്കണം. അപ്പോൾ ആര് പോകും? അപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാൻ പൊക്കോളാം. അപ്പോൾ മറ്റേ ആൾക്ക് ഈ കയ്യിലിരിക്കണം ബാക്കി കൂടി അടിക്കാനുള്ളൊരു ഇതിനകത്ത് പറഞ്ഞ് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ മാൻഡിൽ മേടിക്കാൻ പോയി. മറ്റവൻ 2 കൂടി അടിച്ചിട്ട് പിന്നെയും കുഴി കുത്തി ഇപ്പോൾ വേറൊരു അപകടം ഉണ്ടായി. ഈ മഴ പെയ്ത് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ വെള്ളം നിറയുന്നുണ്ടായിരുന്നു. പുള്ളി അറിഞ്ഞില്ല. പുള്ളി ഇങ്ങനെ കുത്തി നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് പുള്ളിയുടെ തലയിലേക്ക് വീണ സമയത്താണ് മറ്റവൻ ഗ്യാസ് ലൈറ്റായിട്ട് വരണത്. ഗ്യാസ് ലൈറ്റായിട്ട് വന്നപ്പോൾ എന്താ, ഈ കുഴി കുത്തി കൊടുത്തൊന്നുമില്ല, അവിടെ നിന്ന് ഒരു കറുത്ത രൂപം പൊങ്ങി വരുന്നു. ഇത് കണ്ട വഴി അവൻ ഗ്യാസ് ലൈറ്റ് അവിടെ വെച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇയാളെ മുകളിൽ വന്നിട്ട് ഈ ഗ്യാസ് ലൈറ്റ് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ വലിച്ചു മാറ്റി നോക്കിയപ്പോൾ ഒരു കല്ലറയുടെ അപ്പുറത്ത് നിന്ന് വെളിച്ചം വരുന്നു. അത് കണ്ട വഴി ബോധം കെട്ട് പിന്നെ അതിനകത്തേക്ക് തന്നെ വീണു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. പിറ്റേ ദിവസം രാവിലെ ഒരു വല്യമ്മ പള്ളിയിലേക്ക് വരാം. അപ്പോൾ ഈ വല്യമ്മയുടെ സ്ഥിരം വല്യപ്പൻ്റെ കുഴിയാണ് ഇവർ തുറന്നേക്കണത്. വല്യമ്മ വന്നു നോക്കിയപ്പോൾ അവിടെ കുഴിയിൽ ആരുമില്ല. കുഴി തുറന്നു കിടക്കുന്നു. വല്യമ്മ വിചാരിച്ചു വല്യപ്പൻ ഉയർത്തെഴുന്നേറ്റോന്ന് വല്യമ്മയ്ക്ക് സന്ദേഹം. വല്യമ്മ വന്ന് കുഴിയിലേക്ക് നോക്കിയ സമയത്താണ് മറ്റടി കിടക്കുന്നവനില്ലേ, അവന് ബോധം വന്നിട്ട് കണ്ണ് തുറന്നിങ്ങനെ തുറക്കുന്ന സമയത്താണ് വല്യമ്മ കാണുന്നത് വല്യപ്പൻ കിടക്കണ മാതിരി. വല്യമ്മ ബോധം കെട്ട് അവൻ്റെ മേത്തേക്ക് വീണു. അങ്ങനെ 2 പേരും കൂടി ആശുപത്രിയിൽ. വല്യമ്മ പടം, അവൻ 3 മാസം ആശുപത്രി. പ്രവീണിനെ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരണേ? ഞാൻ കൊണ്ടുവന്നല്ലോ, പുള്ളി എന്നെ വിളിക്കാൻ വന്നതാണ്. രാവിലെ മുതൽ കണ്ടതുപോലെ തോന്നി. രാവിലെ ഇനി പോരുന്നു, കൂടെ വന്നു, പുറകെ വന്നു. അതാണ്. അത് ശരി, എന്ത് ചെയ്യാൻ. എനിവേ പെർഫോമൻസ് ഒക്കെ കലക്കി, നല്ല കമന്റ്സ് ആണ്. എന്താ പറയാ, ഓരോ പെർഫോമൻസുകൾ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിക്കൊണ്ട് വരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നമ്മുടെ ഇവരുടെ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പ്രണയകഥ പറഞ്ഞല്ലോ നമ്മളോട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം. അതെല്ലാം നമ്മുടെ ദൃശ്യത്തിൽ ചോദിക്കുന്ന പോലെ ഇനി പ്രവീണിനെ വിളിച്ചിരുത്തി ചോദിക്കണം, കറക്റ്റ് ആണോ കാര്യങ്ങളെല്ലാം. നമുക്ക് ശരി ഉത്തരവല്ല കിട്ടിയത്. അതെ, കുറച്ച് വെള്ളം ചേർത്താ പറഞ്ഞത്. പ്രവീൺ കുറച്ച് ഇനി നമുക്ക് കുറച്ചുകൂടെ കഥകൾ പറഞ്ഞു തരും നിത്യയുടെ. ഇട്ട് പറഞ്ഞു തരുമല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. 2 പേരും തകർത്തു, ഗംഭീരമായി. നിങ്ങൾക്ക് എത്ര മാർക്സ് ആണ് ലഭിക്കുന്നത്? ഇഞ്ചു പോരാട്ടം ആയിരുന്നല്ലോ, സോ എത്ര ഡിഫറൻസിലാണ് മാർക്സ് ലഭിക്കുന്നതൊക്കെ അറിയാം. രമേശ് ചേട്ടാ, ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം ആയിരുന്നില്ല, ഇത് സെന്റിമീറ്ററോട് സെന്റിമീറ്റർ ആയിരുന്നു. അത്രയും വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. പിന്നെ കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്തതാരാണ്, കൂടുതൽ പുതിയ വഴികളിലൂടെ പോയതാരാണ് തുടങ്ങിയതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ വിധി നിർണ്ണയം നടത്തുന്നത്. നിത്യക്ക് 50-ൽ 46. 50-ൽ 46 നിത്യ. ടോട്ടൽ 92 ഔട്ട് ഓഫ് 100. കൺഗ്രാറ്റുലേഷൻസ് നിത്യ, സൂപ്പർ, പൊളിച്ചു. നീ ഇവിടെ നവീൻ 50-ൽ 47. 47 out of 50. ഞാനും 3 മാർക്ക് കുറച്ചു, 47. അപ്പൊ ടോട്ടൽ 94 ഔട്ട് ഓഫ് 100. അടിപൊളി. ഓക്കെ, നല്ല സ്കോർസ് ആണ് രണ്ടുപേർക്ക് ലഭിച്ചിരിക്കുന്നത്. 94-ൽ നിന്ന് 4 കുറച്ചിരിക്കുന്നു. 90. ആർക്ക്? നിങ്ങൾക്ക് മാർക്ക് ഇടാനുള്ള അധികാരം ഇല്ല. ഇല്ലേ? നിങ്ങളെ സുഹൃത്ത് അവര് മാർക്ക് ഇടാൻ നോക്കിയാണ്. വേണ്ട, ഇട്ടോ. അത് തന്നെ ഉറപ്പിച്ചു. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ എസ് നവീൻ. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കാന്താരിയും മറ്റൊരു കളർഫുൾ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. Until then, bye.